നമസ്കാരം ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. IDBI ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നിലവിലുള്ള അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് ചേരാനായിട്ട് ഉള്ള അവസരത്തിന് ഒരു PG ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്കാണ് ഈ അവസരം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബംഗളൂരു, അതുപോലെ നിറ്റ് എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡില് ഗ്രേറ്റ് നോയിഡ, ഇവരുമായിട്ട് ചേർന്നാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ ഒരു PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഒരു വർഷത്തെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിലേക്ക് നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോഴ്സിലേക്കാണ്. ആദ്യം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന ഈ കോഴ്സിൽ 6 മാസം ക്ലാസ് റൂം ക്ലാസ്സുകളായിരിക്കും ഈ 2 സ്ഥാപനങ്ങളിലായിരിക്കും. അതിനുശേഷം 2 മാസം ഇന്റേൺഷിപ്പും 4 മാസം IDBI ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും. അത് 1 ഇയറിലെ ആ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ആണ് PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഡിപ്ലോമയും ലഭിക്കും. അതോടൊപ്പം IDBI ബാങ്കിലെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജറായിട്ട് നിയമനം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് കേരളം വേക്കൻസി, കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത്. സൗത്ത് ആൻഡ് വെസ്റ്റ് സോണിലാണ് കേരളത്തിലെ റീജിയൻ. അത് കേരളത്തിലെ കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്. കേരളത്തിലെ വിവിധ IDBI ബ്രാഞ്ചുകളിലേക്കാണ് എന്ന കാര്യം മനസ്സിലാക്കുക. സോൺ ഓഫീസാണ് കൊച്ചിയിലുള്ളത്. അപ്പൊ എനിക്ക് അപേക്ഷിക്കാൻ വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 20 മുതൽ 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കുക. അതിന് വേണ്ട അസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണെന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് ഒരു ടെന്റേറ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അത് ഏപ്രിൽ 6, 2025 നടക്കുക. ആകെ 650 വേക്കൻസികളാണുള്ളത്. അൺറിസർവ്ഡ് ആണ് 260, SC കാൻഡിഡേറ്റ്സ് 100, ST 54, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 65, OBC 171, ഡിസബിലിറ്റി ഉള്ളവർക്ക് 6 വേക്കൻസികൾ, 24 വേക്കൻസികളാണ് ഉള്ളത്. അപ്പൊ ഇതിലേക്ക് ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2025 മാർച്ച് 1 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് ഓൺലൈനായിട്ട് മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെ, 2025 മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താനായിട്ട് കഴിയുക, ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക്. അതിനുശേഷം റിട്ടേൺ ആയിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റ് 2025 ഏപ്രിൽ 6 തീയതി ടെന്റേറ്റീവായിട്ട് ഫിക്സ് ചെയ്ത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നാളെ മുതൽ, അതായത് മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിന്റെ എല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മാർച്ച് 1, 2025 അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമായിരിക്കണം വേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം ഞാൻ പറഞ്ഞു, മാർച്ച് 1, 2025 അടിസ്ഥാനമാക്കിയാണ് 20 മുതൽ 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാല് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ളവർക്ക് 5 വർഷവും, OBC-കാർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് 5 വർഷം വരെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ഫീസും അതുപോലെ ഇന്റിമേഷൻ ചാർജുമായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. SC/ST-കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 250 രൂപ ഇന്റിമേഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. ബാക്കി എല്ലാവരും 1050 രൂപ ആപ്ലിക്കേഷൻ ഫീസും ഇന്റിമേഷൻ ചാർജായിട്ട് നൽകണം എന്ന കാര്യം മനസ്സിലാക്കുക. ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി അപേക്ഷിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IDBI ബാങ്കിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിനുശേഷം ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്ത് അതോടൊപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ വാലിഡ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. കാരണം പല ഇൻഫർമേഷൻസ് നിങ്ങൾ അങ്ങനെയായിരിക്കും പാസ് ചെയ്യുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം IDBI ബാങ്കിന്റെ വെബ്സൈറ്റ് https:/www.idbibank.in എന്ന സൈറ്റിൽ പോയിട്ട് റിക്രൂട്ട്മെന്റ് ഫോർ IDBI PGDF 2025-26 എന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ആദ്യം ഒരു ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ID കൊടുത്തിട്ട് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കും. അതനുസരിച്ച് ഓപ്പൺ ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എന്ന കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. ഗൂഗിൾ പേ വഴിയൊക്കെ ഫീസ് അടയ്ക്കാൻ കഴിയും. ഓൺലൈൻ പേയ്മെന്റ് ആണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റും ലഭിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലെയും സർട്ടിഫിക്കറ്റ്, അതിൽ ഏജ് പ്രൂഫ് ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും.
സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഏപ്രിൽ 6 തീയതി ആയിരിക്കും. ലോജിക്കൽ റീസണിംഗ്, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിറ്റേഷന്റെ 60 ചോദ്യങ്ങൾ, 60 മാർക്ക്, 40 മിനിറ്റ് സമയമായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, 20 മിനിറ്റ് സമയമായിരിക്കും. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, 35 മിനിറ്റ് സമയം ലഭിക്കും. ജനറൽ എക്കണോമിക്ക്, ജനറൽ അതുപോലെ എക്കണോമി, ബാങ്കിങ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 60 ചോദ്യങ്ങൾ, 60 മാർക്ക്, 25 മിനിറ്റ് സമയം. ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്കായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിട്ടേൺ ടെസ്റ്റ് ഏപ്രിൽ 6 ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് പല സെന്ററുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ സെന്ററുകളാണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ മിനിമം ആൾക്കാർ എഴുതാനുണ്ടെങ്കിൽ മാത്രമേ ആ സെന്റർ അലൗ ചെയ്യത്തുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കണം. ഓൺലൈൻ ടെസ്റ്റിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ. പ്രോഗ്രാമിന് ഈ PG ഡിപ്ലോമ പ്രോഗ്രാമിന് നിങ്ങളുടെ മൊത്തം ചെലവായിട്ട് 3 ലക്ഷം രൂപയായിരിക്കും ഫീസ്. അതിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഫീസും താമസ ചെലവും ബോർഡിങ്ങും അതുപോലെ മറ്റ് ഫീസുകളെല്ലാം ഉൾപ്പെടെയാണെന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ IDBI ബാങ്കിൽ നിങ്ങൾ 3 വർഷമെങ്കിലും സെർവ് ചെയ്യാൻ പിന്നീട് കൊടുക്കുന്ന ഫീസ് നിങ്ങൾക്ക് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് റീഇംബേഴ്സ് ചെയ്യാനായിട്ടുള്ള അവസരം കൂടി ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കാനുള്ള ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ലോണായിട്ട് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പൈസ ലഭിക്കാനായിട്ട് കഴിയും. അതുപോലെ ഈ ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻഡ് 6 മാസം ട്രെയിനിങ് സമയത്ത് പ്രതിമാസം 5000 രൂപ വെച്ച് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. പിന്നീട് 2 മാസം ഇന്റേൺഷിപ്പ് സമയത്ത് 15000 രൂപയും ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിനുശേഷം 1 ഇയർ ഈ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിൽ നിയമനം ലഭിക്കുന്നതായിരിക്കും. 6.14 ലക്ഷം മുതൽ 6.5 ലക്ഷം വരെ ആയിരിക്കും പ്രതി മാസം ശമ്പളമായിട്ട് ലഭിക്കുക. 50,000 രൂപയിൽ കൂടുതൽ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുകൂടാതെ TA അങ്ങനെയുള്ള മറ്റ് ലോക്കൽ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്കിനെ 3 വർഷമെങ്കിലും സെർവ് ചെയ്യാനൊരു ബോണ്ട് സർവീസ് ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ 2 ലക്ഷം രൂപ നിങ്ങൾ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ 3 വർഷം സെർവ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഈ കോഴ്സിന് കൊടുത്ത ഫീസ് റീഇംബേഴ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ മാർച്ച് 12 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഈ അവസരം പരമാവധി വിനയപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.